ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് തേർഡ് സെമ്മിലെ ലിറ്ററേച്ചർ ആൻഡ് ദി കണ്ടംപററി വേൾഡ് എന്ന സബ്ജക്റ്റാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ നോക്കാം. ഓക്കെ, ബ്ലോക്ക് 1, അതിലെ ബ്ലോക്ക് 1 ക്ലൈമറ്റ് ചേഞ്ച്, അതിലെ യൂണിറ്റ് 1 ദി മൊമെൻറ്റ് ബൈ മാർഗരറ്റ് ആറ്റ്വുഡ്. അപ്പം ദി മൊമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പോയമാണ്. അത് എഴുതിയിട്ടുള്ളത് മാർഗരറ്റ് ആറ്റ്വുഡ് ആണ്. ഈ മാർഗരറ്റ് ആറ്റ്വുഡ് കനേഡിയൻ പോയറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ MCQ ആയിട്ട് തരും. നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത്ര മതി കേട്ടോ. നിങ്ങൾ റൈറ്ററെ കുറിച്ചിട്ട് അത്ര അറിഞ്ഞാൽ മതി. അതിൽ കൂടുതൽ അതിൻ്റെ ഇൻഫർമേഷൻ അറിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അറിയേണ്ട കാര്യം, ഒരു പോയമാണെന്നുണ്ടെങ്കിൽ അറിയേണ്ട കാര്യം, ദ മൊമെൻറ്റിൻ്റെ പറ്റുന്നത്ര ലൈൻ ബൈ ലൈൻ മീനിങ് നിങ്ങൾക്ക് അറിയണം. പിന്നീട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഇതിൻ്റെ തീം അറിയണം, അതുപോലെ തന്നെ സമ്മറി അറിയണം, തീം അറിയണം, പിന്നെ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസർ അറിയണം, എസ്എ ക്വസ്റ്റ്യൻസ് അറിയണം. ഇത്ര കാര്യങ്ങളാണുണ്ടോ. അങ്ങനെയാണ് നമ്മുടെ കോഴ്സ് സെറ്റാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്ക് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ദി മൊമെൻറ്റ് വെൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ലോങ് വോയേജ്. ദി മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദി മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിമിഷം, ആ നിമിഷം. ഓക്കെ, ദി മൊമെൻറ്റ് വെൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ലോങ് വോയേജ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് മനുഷ്യൻ്റെ പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റും, പ്രകൃതി അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയും ഒക്കെയാണ് നമ്മുടെ ഈ പോയം പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മനുഷ്യന് പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ട്, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലൊരു കൺസെപ്റ്റാണ് ആന്ത്രോപോസെൻട്രിസം എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആന്ത്രോപോസെൻട്രിസം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രകൃതി എന്നുള്ള ഒരു ഭാവം മനുഷ്യനുണ്ട് ഇല്ലേ. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും, ഈ പ്രകൃതിയെ എന്ത് ചെയ്താലും പ്രശ്നമില്ല, അതൊക്കെ എനിക്ക് അനുഭവിക്കാനുള്ളതാണ്, ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഭാവം. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല ജീവികളെ കൊല്ലുന്നുണ്ട് അല്ലേ, നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ട്, നമ്മൾ വാട്ടർ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതിനെതിരെയാണ് നമ്മുടെ ഈ പോയം ഉള്ളത്. അതിനെതിരെയാണ് നമ്മളെ പോയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോയം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ്, ഇത് സിമ്പിൾ പോയമാണ്. ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ദി മൊമെൻറ്റ് വെൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ലോങ് വോയേജ്. ഒരുപാട് ലോങ് വോയേജ് പറഞ്ഞാൽ ദൂര സഞ്ചാരത്തിന് ശേഷവും, അതുപോലെ തന്നെ ഹാർഡ് വർക്ക്, നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ശേഷവും, ആഫ്റ്റർ മെനി ഇയേഴ്സ് ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം, ദ മൊമെൻറ്റ് ആ നിമിഷത്തിൽ, യു സ്റ്റാൻഡ് ഇൻ ദ സെൻറ്റർ ഓഫ് യുവർ റൂം ഹൗസ് ഹാഫ് ഏക്കർ സ്ക്വയർ മൈൽ ഐലാൻഡ് കൺട്രി. അപ്പം നിങ്ങളുടെ രാജ്യത്ത് ഒരു ദ്വീപിൽ, അതുപോലെ തന്നെ ഒരു സ്ക്വയർ മൈലിൽ ഹാഫ് ഏക്കർ, ആ ഭൂമിയുള്ളത് ഒരു ഹാഫ് ഏക്കറാണ്. അവിടെ ഒരു ഹൗസ് ഉണ്ട്, അവിടെ ആ ഹൗസിൽ ഒരു റൂമുണ്ട്. ആ റൂമിൻ്റെ സെൻറ്ററിൽ നിങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അതാണ് നമ്മളെ പോയം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോയിങ് അറ്റ് ലാസ്റ്റ് ഹൗ യു ഗോട്ട് ദർ. നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെ അവിടെ എത്തി, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ആൻഡ് സേ ഐ ഓൺ ദിസ്. എന്നിട്ട് പറയാണ് നിങ്ങൾ, ഇതെൻ്റെതാണ്, ഇതിതാ എൻ്റെതാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ രാജ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കൊളംബസ് അമേരിക്ക കണ്ടെത്തി, എന്നിട്ട് കൊളംബസ് കീഴടക്കി, അങ്ങനെയൊക്കെ അല്ലേ. വന്നു, കണ്ടു, കീഴടക്കി എന്നുള്ളതൊക്കെ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു ഇതിൽ മനുഷ്യൻ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് ഇതൊക്കെ, ഇതിൻ്റെയൊക്കെ അവസാനം മനുഷ്യൻ പറയുന്നത് ഐ ഓൺ ദീസ് എന്നുള്ളതാണ്. ഇതെൻ്റെതാണ്, ഞാനിത് നേടി എന്നുള്ളതാണ് മനുഷ്യൻ പറയുന്നത് എന്നുള്ളതാണ്. ആ ഈസ് ദ സെയിം മൊമെൻറ്റ്. മനുഷ്യന് അങ്ങനെ ഒരു വികാരം വരികയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റാൻസ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞത്, ഈസ് ദ സെയിം മൊമെൻറ്റ് വെൻ ദ ട്രീസ് അൺലൂസ് ദെയർ സോഫ്റ്റ് ആംസ് ഫ്രം അറൗണ്ട് യു. ആ സെയിം മൊമെൻറ്റിൽ എന്ത് ചെയ്യാണ്, നമ്മളെ ട്രീസ് അൺലൂസ് ദെയർ സോഫ്റ്റ് ആംസ് ഫ്രം യു. നമ്മുടെ മേലുള്ള അവരുടെ സോഫ്റ്റ് ആംസ് ലൂസ് ചെയ്യാണ്, നമ്മളെ മുറുക്കി പിടിച്ചത് അവർ വിടുകയാണ്. ദ ബേർഡ്സ് ടേക്ക് ബാക്ക് ദെയർ ലാംഗ്വേജ്. ബേർഡ്സ് എന്തെയാണ്, അവരുടെ ലാംഗ്വേജ് ടേക്ക് ബാക്ക് ചെയ്യാണ്. ദ ക്ലിപ്സ് ഫിഷർ ആൻഡ് കൊളാപ്സ്. ക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പാറക്കെട്ടുകൾ കൊളാപ്സ് ആകാണ്. ദ എയർ മൂവ്സ് ബാക്ക് ഫ്രം യു ലൈക്ക് എ വേവ്. നമ്മളെടുത്തുനിന്ന് നമ്മളെ എയർ, വായു, പിന്നെ മൂവ്സ് ബാക്കിലേക്ക് മൂവ് ചെയ്ത് ആണ്. ആൻഡ് യു കാൺ ബ്രീത്ത്. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ബ്രീത്ത് ചെയ്യാനും പറ്റുന്നില്ല. നോ
ദേ വിസ്പർ മൂന്നാമത്തെ സ്റ്റാൻസയിൽ. അപ്പോൾ രണ്ടാമത് നമ്മൾ പ്രകൃതി നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് വരുന്നത് അല്ലേ. നമ്മളുള്ള സ്ഥലത്തൊക്കെ കിളികളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയി, നമ്മളിൽ നിന്ന് ട്രീസ് അൺലൂസ് ചെയ്യാറ്, ട്രീസ് ഒന്നും ഇല്ലാതായി, ഡീഫോറസ്റ്റേഷനൊക്കെ ആയി, ട്രീസൊക്കെ ഇല്ലാതായി നമ്മുടെ അടുത്തു നിന്നൊക്കെ പോയി. പിന്നെ പാറക്കെട്ടുകൾ കൊളാപ്സായി അല്ലേ, പാറകളൊക്കെ അതൊക്കെ ഇല്ലാതായി, അതൊക്കെ അവിടെയൊക്കെ എന്ത് ചെയ്തു, ബിൽഡിങ്ങുകളൊക്കെ വന്നു. പിന്നെ യു കാൺ ബ്രീത്ത്, ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ശ്വസിക്കാൻ പറ്റാതായി അല്ലേ. ഡൽഹിയിലൊക്കെ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ പറയാം കേട്ടോ, നോ ദേ വിസ്പർ, എന്നിട്ട് അവർ പതുക്കെ കുസു പറഞ്ഞ എന്താ, നോ, നോ പാടില്ല, നോ ഇല്ല, യു ഓൺ നത്തിങ്, നീ ഒന്നും നേടിയിട്ടില്ല, യു വെർ എ വിസിറ്റർ, നീ ഒരു വിസിറ്റർ ആയിരുന്നു. ടൈം ആഫ്റ്റർ ടൈം, കാലത്തിന് ശേഷം കാലത്തിന് ശേഷം, ക്ലൈംബിങ് ദ ഹിൽ, പ്ലാന്റിങ് ദ ഫ്ലാഗ്, പ്രൊക്ലൈമിങ്, നീ എന്താണ്, ഹില്ലിൽ ക്ലൈംബ് ചെയ്തു, എന്നിട്ട് പ്ലാന്റിങ്, അവിടെ ഒരു ഫ്ലാഗ് നീ നട്ടു, പ്ലാന്റ് ചെയ്തു, ആൻഡ് പ്രൊക്ലൈം ചെയ്തു, എന്നിട്ട് നിങ്ങൾ വിളംബരം ചെയ്തു. എന്താ വിളംബരം ചെയ്ത്, ഐ ഓൺ ദിസ് അല്ലേ. നമുക്കറിയാം, നമ്മൾ ആ ഹിമാലയത്തിലൊക്കെ കയറിയിട്ട് നമ്മളിതാ ഇവിടെ കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതൊക്കെ അല്ലേ നമ്മൾ പറയല്, ഹിമാലയം കീഴടക്കി, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പ്രകൃതി നമ്മളോട് പറയാണ്, വി നെവർ ബിലോങ്ഡ് ടു യു, ഞങ്ങൾ ഒരിക്കലും തന്നെ നിന്നിൽ ബിലോങ് ചെയ്യുന്നില്ല. യു നെവർ ഫൗണ്ട് അസ്, നീ ഒരിക്കലും തന്നെ ഞങ്ങളെ കണ്ടെത്തിയിട്ടുമില്ല. ഇറ്റ് വാസ് ആൾ ദ അതർ വേ അറൗണ്ട്, അതെന്താണ്, എല്ലായ്പ്പോഴും മറിച്ചായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതാ അതിൻ്റെ അർത്ഥം മീനിങ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയണം കേട്ടോ. അർത്ഥം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാനും അതുപോലെ തന്നെ ഇതിനൊരു കോൺഫിഡൻസ് ഉണ്ടാവാനും പറ്റുള്ളൂ. നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങണം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നല്ലൊരു മാർക്ക് നമുക്ക് നേടണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സമ്മറിയാണ് അറിയേണ്ടത്. അപ്പോൾ സമ്മറിയുടെ ആദ്യ ഭാഗം എന്താണ്, മനുഷ്യൻ്റെ അഹങ്കാരമാണ് പറയുന്നത്. ഐ ഓൺ ദീസ്, ഞാനിതൊക്കെ നേടി, കുറേ കഷ്ടപ്പെട്ടൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ ഇതൊക്കെ നേടി എന്ന് പറയുന്നത് അല്ലേ. മനുഷ്യൻ്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്. അതൊന്ന് വായിക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ദ പോയം ഷോസ് ഹൗ പീപ്പിൾ റോങ്ലി ബിലീവ് ദേ ഓൺ നേച്ചർ. ഇൻ ദ ബിഗിനിങ് എ പേഴ്സൺ പ്രൗഡ്ലി തിങ്സ് ദേ ഓൺ ദിസ്. ഓക്കെ, എല്ലാം നേടി എന്നുള്ളത് പറയാണ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, പ്രകൃതിയുടെ പിന്മാറ്റമാണ് പറയുന്നത്. പ്രകൃതി നമ്മളിൽ നിന്ന് അകന്നുപോയി. നമുക്കെന്താണ്, സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വന്നു. അതെന്താണ്, പ്രകൃതി നമ്മളിൽ നിന്ന് അകന്നു പോയതാണ്. പാറകൾ പിളർന്നു, അതുപോലെ തന്നെ പ്രകൃതി പിന്നോട്ട് പോയെന്നും പിന്നെ നമ്മളെ കിളികൾ എന്ന് പറയുന്നു. ഇനി ഫൈനൽ പാർട്ട് നമ്മൾ പറയും. അപ്പം നമ്മുടെ കോഴ്സ്, അപ്പം നമ്മൾ തുടരും. അപ്പം നമ്മുടെ കോഴ്സ് ഇനി കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കോഴ്സ് ഒന്ന് പറയാം. അപ്പം നമ്മുടെ കോഴ്സ് ഉള്ളത്, നമ്മളെ കോഴ്സ് നമ്മുടെ ഈ ലിറ്ററേച്ചർ ആൻഡ് കോണ്ടംപററി വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ തേർഡ് സെം കോഴ്സുകൾ നമ്മളെ ഫീ വരുന്നത് ഒരു സബ്ജക്റ്റിന് 250 ആണ്. നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം, ഒന്ന് അതിലെ പിന്നെ വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും, 2 നോട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് 4 നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. പെട്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്നാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോവുക. പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും പോവുക. ഓക്കെ, എല്ലാ വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സസ് വരുന്നത് ടെലഗ്രാം ആപ്പിലാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാമിലേക്കുള്ള ലിങ്ക് കിട്ടും. ടെലഗ്രാമിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത നോക്കാം. ഓക്കെ, താങ്ക് യു.